നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിധിയെഴുതി കേരളം. മലയാളത്തിന്റെ മനസ്സാർക്കൊപ്പമെന്നുള്ള കാത്തിരിപ്പ്. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവെച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വിജയപ്രതീക്ഷ പങ്കുവെച്ച സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇത്തവണ 5 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന LDF. ജനമനസ് UDFിനൊപ്പമെന്ന UDF നേതൃത്വം. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുന്നേറ്റമുണ്ടാകുമെന്നും NDA. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയുമുണ്ട്. അത് കാലാകാലങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം. തോട്ടം മേഖലയിൽ വിവിധയിടങ്ങളിൽ ഇറങ്ങി കാട്ടാന നാശം വരുത്തുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെ ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. വിധിയെഴുതി കേരളം. മലയാളത്തിന്റെ മനസ്സ് ആർക്കൊപ്പമെന്നുള്ള കാത്തിരിപ്പ്. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവെച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയുമുണ്ട്. അത് കാലാകാലങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വളരെ ബുദ്ധിപൂർവകമായി വേഗപൂർവമായി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. അതുപോലെ തന്നെ ആരും നിസ്സംഗത കാണിക്കരുത്. ഭവനങ്ങളിലുള്ള ആളുകൾ, ഇതുവരെ ആയിരിക്കുന്ന ആളുകളെല്ലാം ഇന്നേ ദിവസം കേരളത്തിൽ വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യും. അതാണ് പറയാം. സഭയിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായ പിന്തുണ അങ്ങനെ പ്രത്യേകിച്ചില്ല. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമെന്നാണ് സഭയുടെ. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇത്തവണ 5 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന LDF. ജനമനസ് UDFിനൊപ്പമെന്ന UDF നേതൃത്വം. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുന്നേറ്റമുണ്ടാകുമെന്നും NDA. ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ എന്നും തുടർഭരണം ഉറപ്പെന്നും LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 81 നമ്പർ ബൂത്തിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. ജനഹൃദയങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് തെരഞ്ഞെടുപ്പിന് ഞാൻ ഇറങ്ങുമ്പോൾ രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങി മാണിസാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് സാറ് മരണമടഞ്ഞ് 7 വർഷം. ജന്മദിന ദിവസം കൂടി സാറിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹം തേടിയതിന് ശേഷമാണ് ഞാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് വന്നത്. അതും ദിവ്യമായൊരു അനുഭവമായി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ മലയോരത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഹൃദയത്തിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ തലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷമുണ്ടാവും. അതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം. യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്ന് മാത്രമല്ല, ഞാൻ മുൻകാലങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളകളിലെല്ലാം ഉത്സവ പ്രതീതിയായിരുന്നു. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തോട്ട് ഒരു നാടിൻ്റെ വികസന കുതിപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് നന്മ നിറഞ്ഞ ഹൃദയം കാണാൻ ഇടുക്കിയിലെത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഹൃദയവും അവരുടെ വികാരവും അവരുടെ മനോഭാവവും അതെന്നും എനിക്കറിയാൻ കഴിയും. അവരോടൊപ്പം ഞാൻ അവരെന്നോടൊപ്പം ഉണ്ടാവും. ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും LDF വിജയം നേടുമെന്ന ഉടുമ്പൻചോല MLA MM മണി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 100-ലധികം സീറ്റ് LDF നേടുമെന്നും MM മണി പ്രതികരിച്ചു. ഓരോ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അന്നേരത്തെ സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ മന്ത്രിയും
അന്നത്തെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ആ സാഹചര്യമല്ല. അതുകൊണ്ട് അന്നത്തെ ഭൂരിപക്ഷമാണോ അതിൽ കൂടുതൽ കിട്ടുമെന്നൊന്നും എനിക്കിപ്പം നിർവചിക്കാൻ കഴിയും. മികച്ച വിജയം അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജില്ലയിലെ 5 സീറ്റും ജയിക്കും എന്ന 100% വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിലവിൽ 4 ഉള്ളതാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, ഇടുക്കി. തൊടുപുഴയും കൂടെ പിടിക്കാൻ ഇത്തവണ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമുള്ളത്. കേരളത്തിൽ 100-ലധികം സീറ്റെങ്കിലും ജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDF അധികാരത്തിൽ വരും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവിൻ്റെ കാര്യമില്ല എന്നുള്ളത്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്ന ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു. ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 105 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. മിനിഞ്ഞാന്ന് പരസ്യ പ്രചരണം അവസാനിച്ചതിന് ശേഷം ഇന്നലെ നടന്ന നിശബ്ദ പ്രചരണവും ഞങ്ങളുടെ അവലോകനവുമൊക്കെ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. 25 കൊല്ലമായി UDFിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം ഏതായാലും ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം എല്ലാം കൊണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലെ കനത്ത ക്യൂ തന്നെ, രാവിലെ തന്നെ വലിയ ക്യൂ തന്നെ വോട്ടർമാരുടെ ആവേശമാണ് സൂചിപ്പിക്കുന്നത്. നല്ല മികച്ച പോളിംഗ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ മികച്ച പോളിംഗ് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കൂടുതൽ ശക്തി പകരും, കരുത്ത് പകരും എന്ന് കരുതുന്നു. ദേവികുളം മണ്ഡലത്തിൽ വിജയമുറപ്പെന്ന മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രൻ മൂന്നാറിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി മേഖലയും തോട്ടം മേഖലയും കാർഷിക മേഖലയും ഒരേപോലെ മാറ്റം ആരംഭിക്കുന്നു. കള്ളപ്രചരണങ്ങളൊന്നും മണ്ഡലത്തിൽ ഏക്കത്തില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയാണ്, വിജയിക്കും, സംശയമില്ല. ആദിവാസി മേഖലയും തോട്ട മേഖലയും കാർഷിക മേഖലയും ഒരുപോലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. കള്ളപ്രചരണങ്ങളൊന്നും ഏക്കത്തില്ല. 2010 മുതലാണ് ഇടമലക്കുടി രൂപപ്പെട്ടതും വൈദ്യുതിയും റോഡും ഉണ്ടായത്. 2021 ശേഷമാണ് പഞ്ചായത്ത് വന്നതുപോലെ, പ്രവർത്തനം വന്നതുപോലെയൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതുപോലെയുള്ള, ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള കള്ളപ്രചരണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അതൊന്നും ആഗ്രഹിച്ചതല്ല, മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്. മോഡിയുടെ വികസനവും BJPയുടെ ഇടപെടലും നമ്മുടെ മണ്ഡലത്തിൽ അതിയായ ഗുണം ചെയ്യും. വളരെയേറെ വിനോദസഞ്ചാരത്തിനും വനംവകുപ്പിൻ്റെ പ്രശ്നങ്ങളിലും എല്ലാം ഇടപെടും. തോട്ടമേഖലയിൽ കൂലി വർധന ഉൾപ്പെടെയുള്ള താമസിക്കുന്ന ലയങ്ങളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ എല്ലാവർക്കും വീട്, കുടിവെള്ളം എന്ന ലക്ഷ്യം കൈവരിക്കും. ദേവികുളം മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയിലെന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജ പുതുക്കടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ചരിത്രം കുറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ദേവികുളം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്നും A. രാജ പറഞ്ഞു. 100% വിജയപ്രതീക്ഷയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം കുറിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും. ഈ ദേവികുളം നിയോജക മണ്ഡലം കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളായി ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ജനങ്ങൾ ഏറ്റവും വലിയ സ്വീകാര്യതയോടുകൂടി സ്വീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വോട്ടായി മാറും. അതുകൊണ്ട് തീർച്ചയായും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് വിജയിക്കും. ജില്ലയിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയമുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പീരുമേട്ടിലുണ്ടായ മുന്നേറ്റം വോട്ടായി മാറുമെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ജോസ് ഫിലിപ്പ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും സാഹചര്യമാണിപ്പം ഇടുക്കി ജില്ലയിലുള്ളത്. തൊടുപുഴയിൽ പോലും വലിയ സാഹചര്യം തൊടുപുഴ നിലനിൽക്കും. തീരുമാനം സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അത് വോട്ടായി ജനങ്ങളുടെ ഇടയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഗവൺമെൻറ് ഉണ്ടാകുന്ന കാര്യത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമെന്ന കാര്യത്തിലും സംശയമില്ല. കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്ന ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി F. രാജ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു. ദേവികുളം മണ്ഡലത്തിലും UDF വിജയം നേടുമെന്നും F. രാജ പറഞ്ഞു. കേരളം മൊത്തത്തിൽ UDF തരംഗമാണ്. ജനങ്ങൾ മാറ്റം ചിന്തിക്കുന്നു. ഇവിടെ UDF ജയിച്ചിരിക്കും. പീരുമേട്ടിൽ തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ച LDF സ്ഥാനാർത്ഥി K. സലിംകുമാർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടെന്നും K. സലിംകുമാർ പറഞ്ഞു. വോട്ടർമാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയായി എന്നെ രാവിലെ കണ്ടപ്പോൾ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിശേഷിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലും എനിക്ക് വലിയ ആത്മവിശ്വാസം തരുന്നതും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുന്നതുമാണ്. വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി മുൻകൂട്ടി തന്നെ അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നൽകി പീരുമേട്ടിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്ന് പീരുമേട്ടിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ്. ഏലപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ 23 ബൂത്ത് ഏലപ്പാറ സ്കൂൾ ബൂത്തിൽ ഞാൻ എൻ്റെ ഭാര്യയും മക്കളോടൊപ്പം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന പീരുമേട്ടിലെ ജനങ്ങളോടൊപ്പം അവരുടെ കൂടെ നിന്ന് വോട്ട് ചെയ്യാൻ സാധിച്ചത് ഒരഭിമാനമായി ഞാൻ കരുതുന്നു. അതെനിക്ക് വലിയ വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇന്ന് രാവിലെ എന്നെ കാണുവാനായിട്ട് ഇവിടെ വരികയും ഞാൻ വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് എടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. എനിക്ക് വോട്ട് നൽകിയ വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി
സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് LDF തരംഗമെന്ന ഉടുമ്പൻചോല മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ കുഞ്ചിത്തണ്ണിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സംസ്ഥാനത്ത് മികച്ച വിജയം നേടും. ഇത്തവണ ഉടുമ്പൻചോല മണ്ഡലത്തിൽ LDF ഭൂരിപക്ഷമുയർത്തുമെന്ന് KK ജയചന്ദ്രൻ. സംസ്ഥാനത്ത് LDFിൻ്റെ തരംഗമാണ് അടിക്കുന്നത്. മികച്ച വിജയം നേടും. ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ 4 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചതാണ്. ആ 4 നിയോജക മണ്ഡലങ്ങളും നിലനിർത്തും. അവിടെ LDF കഴിഞ്ഞ പ്രാവശ്യം 38,005 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മണിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇപ്രാവശ്യം LDFിന് ലഭിക്കും. സമ്മതിദാനാവകാശം വിനിയോഗിച്ച ഇടുക്കിയിലെ പ്രമുഖരും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, മത, സാമുദായിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി വോട്ടവകാശം വിനിയോഗിച്ചു. ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നതാണ് ഓരോ പൌരരും തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത്. നടൻ ആസിഫ് അലി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ബൂത്ത് നമ്പർ 125 കുമ്മൻകല്ല് PTM LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. നടൻ നിഷാന്ത് സാഗർ, മകൾ നന്ദ നിഷാന്ത് എന്നിവർ തൊടുപുഴ നഗരസഭയിലെ 102 നമ്പർ ബൂത്തായ ഗവൺമെന്റ് VHSSൽ വോട്ട് രേഖപ്പെടുത്തി. മുൻ MLA ES ബിജിമോൾ കോഴിക്കാനം 15 നമ്പർ ബൂത്തിൽ കുടുംബമായി എത്തി വോട്ട് രേഖപ്പെടുത്തി. പീരുമേട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഏലപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ 23 നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. ഉടുമ്പൻചോല MLA MM മണി കുഞ്ചിത്തണ്ണി 20 ഏക്കർ സർവിന്ത്യ LP സ്കൂളിലെ 159 ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി F രാജ പള്ളിവാസൽ ഫാക്ടറി LP സ്കൂളിലെ 159 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. ഉടുമ്പൻചോല LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ കുഞ്ചിത്തണ്ണിയിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി ബിഷപ്പ് മാർജോൺ നെല്ലിക്കുന്നിൽ ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 81 നമ്പർ ബൂത്തിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ഉടുമ്പൻചോലയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ വടുകര ഗുരുവിജയ ഗവൺമെന്റ് LP സ്കൂളിലെ 208 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. പീരുമേട്ടിലെ NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ബൂത്ത് നമ്പർ 199 കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 105 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങി ഭീതി പരത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം. തോട്ടം മേഖലയിൽ വിവിധയിടങ്ങളിലിറങ്ങി കാട്ടാന നാശം വരുത്തുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യവുമായി കുടുംബങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തനായി ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ സ്ഥിരമായി ആശങ്ക പരത്തുന്ന സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. മതപ്പാട് കാലയളവിന് ശേഷവും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലൂടെ തന്നെ ചുറ്റിത്തിരിയുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം പകൽ നല്ലതണ്ണി റോഡിലെ ആറുമുറി മലയത്തിൽ എത്തിയ കാട്ടാന വീടിന് സമീപം സ്ഥാപിച്ചിരുന്ന ജലസംഭരണി തകർക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു.
പ്രദേശത്ത് കാട്ടാന കൃഷിനാശവും വരുത്തി. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം നിർത്തിയിട്ടുള്ള വാഹനങ്ങൾക്കും കാട്ടാന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടാവുക എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ഇടയ്ക്കിടെ ഗതാഗത തടസ്സവും തീർക്കുന്നു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്നു പടയപ്പയെങ്കിൽ ഇപ്പോൾ കാട്ടാന ഇടയ്ക്കിടെ അക്രമ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോ എന്ന ആശങ്കയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി രാജാക്കാട് കൃപ മെഡിക്കൽ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറും മെഡിക്കൽ ക്യാമ്പ് രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് 25 വർഷത്തെ മികച്ച പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ രാജാക്കാട് മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന കൃപ മെഡിക്കൽസിന്റെ അനുബന്ധ സ്ഥാപനമായ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ വെച്ച് നടത്തപ്പെട്ടു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ 25 വർഷത്തിന് മുമ്പ് ആരോഗ്യ മേഖലയിലെ പ്രാഥമികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു സ്ഥാപനം, അത് ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായി വളർന്ന് ഇന്ന് വിപുലമായ ഒരു സംവിധാനമായി ഒരുപക്ഷെ ഒരു ഗ്രാമപ്രദേശത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ മേഖലയിൽ സംഭാവനയായി വളർന്നിട്ടുള്ള ഈ വലിയ സ്ഥാപനം, ഇന്ന് വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ തന്നെ മുഴുവൻ സമയ സേവനം ഉൾപ്പെടെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. അത് രാജാക്കാട് പോലുള്ള പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൃപ മെഡിക്കൽ സെന്ററിന്റെ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ നവീകരിച്ച ഒബ്സർവേഷൻ യൂണിറ്റിന്റെയും പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം രാജാക്കാട് KVVES പ്രസിഡന്റ് VS ബിജു നിർവഹിച്ചു. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 1 മാസം കൊണ്ട് നിൽക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ രക്തസമ്മർദ്ദം, ഷുഗർ, ലിപ്പിഡ് പാനൽ, ലിവർ, കിഡ്നി, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അലർജി തുടങ്ങി 37 ടെസ്റ്റ് പാരാമീറ്ററുകളും ഡോക്ടർ കൺസൾട്ടേഷൻ ഉൾപ്പെടെ മിതമായ നിരക്കിൽ ജീവിതശൈലി രോഗനിർണയ ചികിത്സ ലഭ്യമാണ്. പരിപാടിയിൽ രാജാക്കാട് ക്രിസ്തുരാജ് ഫെറോന ചർച്ച് വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, SNDP യോഗം രാജാക്കാട് ശാഖാ പ്രസിഡന്റ് സാബു V വാവലക്കാട്ട്, മമ്മട്ടിക്കാനം ജുമാ മസ്ജിദ് ഇമാം നിസാർ ബാഖി, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി, KVVES ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, ട്രഷറർ ശ്രീ ജോൺസൺ VC തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായുള്ള മെഡിക്കൽ ക്യാമ്പ് കൂപ്പണുകൾ രാജാക്കാട്ടിലും പരിസര പ്രദേശത്തുമുള്ള പ്രധാന സ്ഥലങ്ങളിലെ കടകളിൽ ലഭ്യമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഡോക്ടർ AV ജോസഫ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ആദ്യ ബാച്ച് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് കോഴ്സ് വിദ്യാർത്ഥികളുടെ ലാബ് ലൈറ്റിംഗ് സെറമണി നടത്തപ്പെട്ടു. മിസ് ഡോണ ബാബു സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റോസമ്മ ജോസഫ് അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് കരുൺ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോർജ് പെട്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ CEO ഡോക്ടർ റോജിൻ ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജൂലി ജോഷ്യ, താലൂക്ക് ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് ജോസി ഫ്രാൻസിസ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് മേരിക്കുട്ടി ചാക്കോ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ദീപം തെളിയിച്ചു നൽകി. സീനിയർ നഴ്സിംഗ് ഡ്യൂട്ടർ അശ്വതി S കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജൂലി ജോഷ്യ, ഡോക്ടർ ലെവിൻ മാനുവൽ ജോസഫ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അനീഷ് മോഹനൻ, ഓപ്പറേഷൻ മാനേജർ ടിറ്റി M തോമസ്, PTA പ്രസിഡന്റ് സുകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ സാജൻ മാത്യു നന്ദി രേഖപ്പെടുത്തി. സ്വർണ്ണ വെള്ളി നിരക്കുകൾ.
ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിധിയെഴുതി കേരളം. മലയാളത്തിന്റെ മനസ്സാർക്കൊപ്പം എന്നുള്ള കാത്തിരിപ്പ്. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവെച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വിജയപ്രതീക്ഷ പങ്കുവെച്ച സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇത്തവണ 5 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന LDF. ജനമനസ് UDFിനൊപ്പമെന്ന UDF നേതൃത്വം. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുന്നേറ്റമുണ്ടാകുമെന്നും NDA. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയുമുണ്ട്. അത് കാലാകാലങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം. തോട്ടം മേഖലയിൽ വിവിധയിടങ്ങളിൽ ഇറങ്ങി കാട്ടാന നാശം വരുത്തുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.